നിങ്ങളെല്ലാവരെയും വേദനവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീമതി അച്യുത സുരേഷ്. ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഗായത്രി. ഗായത്രി എന്നുള്ളതിന്റെ ബ്രാൻഡ് നെയിമാണ്. ഞാൻ ഖാദിയിൽ വർക്ക് ചെയ്യാൻ പോയതിനു ശേഷം അവിടെ ചെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഖാദിയിൽ ഹണിയുടെ ട്രെയിനിങ്ങിനായിട്ട് ഇടുക്കി പോവുകയും അവിടുന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഖാദിയുടെ ലൈസൻസും പഞ്ചായത്തിന്റെ മറ്റെല്ലാ ലൈസൻസോടുകൂടി ഞാൻ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരുവപ്പൂർ ഞങ്ങളുടെ ഒരു ചെറിയ സ്ഥാപനം ഒരു വർഷം തുടങ്ങിയിട്ട് അതിനുശേഷം ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു ആഗ്രഹം വരുന്നത് ഇതിലൂടെ വിപുലീകരിച്ചത് പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംരംഭം ഞങ്ങൾക്ക് വരാപ്പുഴ തുടങ്ങുമെന്നുള്ള ഞങ്ങളുടെ ഒരു ചിരകാല ആഗ്രഹം ഞങ്ങൾക്ക് ഇന്നിവിടെ സാക്ഷാത്കരിക്കുകയാണ്. അതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മളുടെ വിശിഷ്ടാതിഥികളെയും ഇന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു ഖാദിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഖാദിയുമായി ടൈപ്പ് ചെയ്ത് അതിൻ്റെ ക്ലാസ്സിന് പോയി അതിൽ നിന്ന് ലൈസൻസ് ലഭിക്കുകയും അതുപോലെ കട്ടപ്പന ഇടുക്കി ഹണിയുടെ സ്റ്റേറ്റ് മെമ്പറായ പി രാജു അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതിൽ നിന്നുണ്ടായ അറിവ് ശേഖരിച്ച് ഞങ്ങളുടെ ഹണിയുടെ നമ്മൾ സാധാരണ അറിയുന്നത് ഹണി എന്ന് പറഞ്ഞാൽ വൻതേൻ ചെറുതേൻ മാത്രമാണ് അറിയുന്നത്. പക്ഷെ ഇവിടെ 8 തരം തേനുകളുണ്ട്. വെളുത്തുള്ളി തേൻ, ഇഞ്ചിത്തേൻ, കുമ്പളത്തേൻ, മാതളത്തേൻ, കീഴാനെല്ലി, മഞ്ഞൾത്തേൻ, അങ്ങനെ അനവധി ഇനിയും പേരുകൾക്കുണ്ട്. അപ്പോൾ അതെല്ലാം മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ തന്നെ വിഷാംശമുള്ള ഭക്ഷണങ്ങളാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യതിചലിച്ചിട്ട് ഞങ്ങൾ പ്രകൃതിയുടെ ഭക്ഷണം, പ്രകൃതി അനുഗ്രഹിച്ച് തന്ന തേനും ശരിക്കും സ്വന്തം തങ്കപ്പോലെ തന്നെ പ്യൂറായ ഒരു സാധനമാണ് തേൻ. അപ്പോൾ അത് നൽകാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിലേക്ക് ചൂടുവെപ്പായിട്ട് ആദ്യത്തെ ഞങ്ങൾ സമർപ്പത്തിൽ ഉൾപ്പെട്ടു തുടങ്ങുകയും അതിൽ നിന്നും പൊതുജനങ്ങളുടെ സഹകരണം മനസ്സിലാക്കി നമ്മൾ വർഷങ്ങളായി ഒരു 60-80 വർഷമായിട്ട് അച്ഛനും അപ്പനും ഞാനും ഇവിടെ വരാപ്പുഴയിലാണ് ജോലി ചെയ്തിരുന്നത്, സ്വർണ്ണപ്പണി. അപ്പോൾ നമുക്ക് വരാപ്പുഴയിലുള്ള സ്ഥാപനം ഈ ഇതുപോലത്തെ ഒരു നല്ലൊരു സംരംഭം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വർണ്ണം പോലെ തന്നെ അമൂല്യമായ തേൻ്റെ ഒരു സംരംഭം തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി നോക്കിയിരുന്നു. അപ്പത്തിന് ആദ്യം കിട്ടിയത് മുപ്പത്താറ് ഷോപ്പ്. അപ്പോൾ അവിടെ തുടങ്ങി അതിനുശേഷം നല്ലൊരു സ്ഥാപനം കിട്ടാൻ നോക്കി. അത് നമുക്ക് ദൈവത്തിന് അനുഭവം നമുക്ക് ഈ സെന്ററിൽ തന്നെ കിട്ടാൻ സാധിച്ചു. അപ്പൊ അത് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പൊ എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ ഓഫീസേഴ്സിനും അതുപോലെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ദൈവത്തിന്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അച്ഛനെ കുടുംബമാരോട്